വീട് പണിയാനായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് പല വീടുകളും റെഫർ ചെയ്യണുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും പറയാറുണ്ട്. ബെഡ് കോഫി കൂടി ഇരുന്ന് കുടിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ അത് പ്രത്യേക ഇതാണ്. കുട്ടിക്കായാലും അതൊരു ആത്മവിശ്വാസം കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഹാങ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ കുട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പ്രൈവറ്റ് സ്പേസ് പോലെയല്ലേ, അവിടെ ഇരുന്ന് പഠിക്കാനും നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. നമ്മുടെ നോട്ടം കിട്ടുകയും ചെയ്യും. നോട്ടം കിട്ടുകയും ചെയ്യും. നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നില്ല, അതിനുശേഷം കണ്ടിട്ടില്ല. ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കേട്ടാ സന്തോഷം. കുറെ പേര് വന്നിരുന്നല്ലോ. പിന്നെ കുറെ പേര് വന്നായിരുന്നു. അന്നേരക്കൊക്കെ വീട് ഒരു പുതിയ അനുഭവം പോലെയായിരുന്നു. നല്ല പല ഭാഗങ്ങളും, വീടിന്റെ പല ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓപ്പൺ കോട്ടയാടുകളൊക്കെ കണ്ടിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മുടെ ഫ്രണ്ട് വീടിന്റെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് അതെല്ലാം ഇഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞായിരുന്നു. വീട് പണിയാനായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് പല വീടുകളും റെഫർ ചെയ്യണുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡാണ് ബെന്നിച്ചാൻ്റെ വീട് പോയി കണ്ടിട്ട് അത് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ ഡിസൈൻ പ്ലാറ്റ്ഫോമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് കാണുന്നവർക്കായാലും ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കിച്ചൺ ആണെങ്കിലും അടുത്ത് ഈ കോട്ടയാട് കൊടുത്തുകൊണ്ട് നല്ലൊരു ഓപ്പൺ സ്പേസ് ആയിട്ടും അങ്ങനെ ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും പറയാറുണ്ട്. ബെഡ് കോഫി കൂടി ഇരുന്ന് കുടിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ അത് പ്രത്യേക ഇതാണെന്ന് പറയാറുണ്ട്. നല്ലൊരു വൈബാണ്. പിന്നെ കുട്ടികളുടെ ബെഡ്റൂം അത് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് അത് അതിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തത്, ഇന്റീരിയറും എല്ലാം. അതെ, നമ്മൾ അങ്ങനെ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പിള്ളേരെ കുറച്ച് വലുതായാലും നമുക്കത് ഫർണിഷിങ്ങിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് മാറ്റണ പോലെ, അതുകൊണ്ട് അങ്ങനെ ചെയ്യും. പിന്നെ അതിന്റെ കോട്ടയാട് നല്ല ഇഷ്ടമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വിൻഡോ വഴി നല്ല വിസിബിൾ ആണ്. ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിലും പ്രൈവസി ഉണ്ട്, പുറത്തേക്കുള്ളത് വ്യൂ ഉണ്ടല്ലോ. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റഡി ഏരിയ, അവിടെ ഇരുന്ന് പഠിക്കാനും നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ നോട്ടം കിട്ടുകയും ചെയ്യും. പിന്നെ അവിടേക്ക് അത്യാവശ്യം കൂളിംഗ് ഉണ്ട്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഹൗസ് വാമിങ്ങിനും പിന്നെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോഴായാലും ഫ്രണ്ട്സ് ആയാലും ചോദിക്കും ഇങ്ങനെ പെയിന്റിങ് ഫുള്ള് നോക്കുമ്പോൾ ഈ പെയിന്റിങ് കാണുന്നത് ചോദിക്കും. പിന്നെ കുട്ടിയുടെ മെഡലൊക്കെ ഹാങ് ചെയ്യാനായിട്ട് അതിനെ പറ്റിയൊരു ഏരിയനെ പറ്റിയിട്ട് അങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ അത് നല്ലൊരു പോർഷൻ. അത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ ചെയ്യാൻ. ലാസ്റ്റ് വേസ്റ്റ് പീസ് കൊണ്ട് ചെയ്തെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് പലരും വരുമ്പോ തന്നെ അതിലേക്ക് ഒരു നോട്ടം വരുന്നുണ്ട്. കുട്ടിക്കായാലും അതൊരു ആത്മവിശ്വാസം കൊടുക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഹാങ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ്. മാസ്റ്റർ ബെഡ്റൂമിന്റെ കുട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പ്രൈവറ്റ് സ്പേസ് പോലെയല്ലേ ആ കുട്ടികൾ, നമുക്ക് വായിക്കാനൊക്കെ നല്ലൊരു പ്രൈവസി ഉള്ളത്. അതും ചെയ്തേക്കണത് നല്ല വരുന്നവർക്കൊക്കെ കുറെ പേര് വന്ന നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു. ബെഡ്റൂമിൽ അങ്ങനെ ഒരു കോട്ടയാട് കണ്ടു. അവിടെ അതെ നന്നായിട്ട് എയർ പാസേജ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു നല്ല അനുഭവമാണ് അത്. അതുവരെ വാഷ് ഏരിയയിലത്തെ പെയിന്റിങ്
അതും ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് എല്ലാവരും പറയും. ആ ഡ്രോയിങ്ങും ആ മൊത്തം ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്റെ അടുത്ത് പിന്നെയും ചോദിച്ചിരുന്നു. എന്റെ പേര് വേറെ ഹൗസ് വാമിങ്ങിന് വന്ന സമയത്ത് വാൾ സ്റ്റിക്കർ ആണോ വാൾ പേപ്പർ ആണോ ആർട്ടിസ്റ്റ് കൺഫ്യൂഷൻ. നമുക്ക് വീട് പണിതതിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് കിട്ടിയ ഗൈഡൻസ് ഉണ്ട്. അതില് ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു വീട്, നമുക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടിരിക്കാനും പറ്റിയൊരു വീട്, അത് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വീട് കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അതെ, സൂപ്പർ ഉണ്ടാവണ്ടായിരുന്നു ആക്ച്വലി. അപ്പൊ അതില് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് മാമിന് ഡിസൈൻ പ്ലാറ്റ്ഫോമിനും സാറിനും. താങ്ക് യു.